അങ്ങയുടെ പരമപ്രകാശത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടിതാ അടിയങ്ങൾ പ്രകാശയാത്രയ്ക്ക് ഒരുങ്ങുന്നുവെന്ന് കാണുന്നല്ലോ. പരമപിതാവേ, അങ്ങ് ഏഴകളിൽ കൊളുത്തിയ നിത്യദീപത്തെ കണ്ടുകൊണ്ട് അടിയങ്ങൾ ഇതാ പ്രകാശയാത്രയ്ക്ക് ഒരുങ്ങുന്നുവെന്ന് കാണുന്നല്ലോ. ആ പുണ്യതമ്പുരാൻ അടിയങ്ങളിൽ കൊളുത്തിയ ആത്മദീപവും ഏന്തിക്കൊണ്ട് അടിയങ്ങൾ ഇതാ പ്രകാശയാത്രയ്ക്ക് ഒരുങ്ങുന്നുവെന്ന് കാണുന്നല്ലോ. പരമപ്രകാശമേ, അങ്ങ് എഴുന്നള്ളണമേ, പ്രത്യക്ഷമായി നിന്ന് പ്രകാശിക്കണമേ. ഈ ലോകത്തിന് പ്രകാശമാക്കി തീർക്കണമേ. ഈ രാജ്യത്തിന് പ്രകാശമാക്കി തീർക്കണമേ. ഈ ലോകവാസികൾക്ക് പ്രകാശമാക്കി തീർക്കണമേ. അങ്ങയുടെ ഉന്നതാദർശവും ആദർശ സ്ഥാപനവും നിറഞ്ഞ പ്രശോഭയോടുകൂടി ഉദിച്ചു വരുവാൻ തക്കവിധം ഈ പ്രകാശം ഉപകരിക്കുമാറാകണമേ. അതിനുള്ള പ്രകാശമായി ഭവിക്കണമേ ദൈവമേ. സർക്കാരിലും ഇതിലെ അധികാരികളിലും ഈ പ്രകാശം എത്തണമേ ദൈവം. അങ്ങയുടെ ആദർശത്തിന്റെ വെളിച്ചം എത്തിക്കണമേ. അവരുടെ ചിന്തയിൽ അങ്ങ് വെളിച്ചമായി പ്രകാശിക്കണമേ. ലോകത്തിന് ശാന്തിയേകുന്ന ഏകാദർശത്തിന്റെ ഉന്നത സ്ഥാപനവും ഉന്നതനായ ഗുരുവിന്റെ നാമവും ഇവിടെ സ്ഥാപിക്കപ്പെടുവാനും ഉയരപ്പെടുവാനും ഈ പുണ്യവെളിച്ചം, ഈ പുണ്യപ്രകാശം, ഈ ആത്മപ്രകാശം ഭവിക്കുമാറാകണമേ. അതിനായി നിത്യപ്രകാശ സ്വരൂപനാകുന്ന ഗുരുനാഥൻ എഴുന്നള്ളണമേ. കർമ്മങ്ങളൊക്കെയും സ്വീകരിക്കണമേ. അങ്ങയുടെ പ്രകാശരൂപങ്ങളായ ഇഴകളെ സ്വീകരിക്കണമേ. കരുണാനിധി ഇഴകൾക്കായി വാഴണമേ. ഉന്നതമായി നടത്തി തരണമേ. അങ്ങേഴകളിൽ പ്രകാശിക്കണമേ. ഞാലെല്ലാം കഴിയുമെന്നടി ഞങ്ങൾ വിശ്വസിക്കുന്നു. സമസ്തവും മഹനീയവനുവാദേ. ഓം സർവേശ്വരായ നമ. ഓം സർവേശ്വരായ നമ. ഓം സർവേശ്വരായ നമ. Amen.
നിത്യപ്രകാശത്തിൽ ചേരുവൻ യാത്ര. ആനന്ദയാത്ര 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 സുവനന്ദ രൂപത്തിൽ ചേരുവൻ യാത്ര. ആനന്ദയാത്ര 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 സുവനന്ദ രൂപത്തിൽ ചേരുവൻ യാത്ര. ആ പ്രകാശയാത്ര സർവലോക സൃഷ്ടിതാവും സർവാത്മരക്ഷകനും സമ്പൂർണ്ണ ജ്ഞാനരൂപനുമായി വാഴുന്ന അടിയങ്ങളുടെ പരമഗുരുവായ പരിശുദ്ധമുള്ള ദൈവമേ, ഈ മനോഹരമായ സൃഷ്ടിലോകത്തെ സൃഷ്ടിച്ചിട്ട് സൃഷ്ടിതാവ് തന്നെ മർത്യവേഷത്തിൽ യുഗായുഗങ്ങളിൽ ലോകത്തിൽ പല നാമങ്ങളിൽ അവതാരം ചെയ്ത് വാണിരുന്നു എന്ന് അടിയങ്ങൾ അറിയുന്ന ദൈവമേ, ക്രിസ്തുവായും ബുദ്ധനായും നബിയായും ഒക്കെ അവതാരം ചെയ്തത് അങ്ങയുടെ ഉത്കൃഷ്ട ബോധരൂപങ്ങളായിരുന്നു എന്ന് അടിയങ്ങൾ അറിയുന്ന ദൈവമേ, ഇതാ സമ്പൂർണ്ണ അവതാരമായി ശുഭാനന്ദ നാമത്തിൽ ഖഡ്ഗി ഉദയമായി വാഴുന്ന തിരുവാഴ്ച കാലമാകുന്നു ഇതെന്നടിയങ്ങൾ അറിയുന്ന ദൈവമേ. ആത്മാവിൻ്റെ മോക്ഷത്തിനുള്ള മാർഗം നാമസങ്കീർത്തനമാണ് എന്ന് നാമാവതാരമായി വന്ന് അടിയങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കൂടെ വാഴുന്ന പരിശുദ്ധമുള്ള ദൈവമേ, അപ്രകാരം കലിയുഗത്തിൽ അവതരിച്ച് അജ്ഞാനത്തെ നിഷ്കാസനം ചെയ്ത് ആത്മാവെല്ലാം ആ ഉന്നതനാകുന്ന ദൈവത്തിൻ്റെ ജ്ഞാനരൂപങ്ങളാണെന്നുള്ള സത്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ഇന്നും കൂടെ വാഴുന്ന പരിശുദ്ധമുള്ള ദൈവമേ, അപ്രകാരം തിരിച്ചെഴുന്നള്ളി വാണിരുന്ന ആ പൊന്നുതമ്പുരാൻ്റെ ജന്മശതാബ്ദി ആഘോഷമാകുന്നു ലോകമെമ്പാടും സർവജ്ഞാനോത്സവമായി കൊണ്ടാടപ്പെടുന്നതെന്ന് അടിയങ്ങൾ അറിയുന്ന ദൈവമേ. അപ്രകാരം ഈ മുത്തുനബിയുടെ ഈ നാട്ടിലും അങ്ങയുടെ ഉത്കൃഷ്ടമായ ജന്മശതാബ്ദി ആഘോഷം സർവജ്ഞാനോത്സവമായി അത്യുന്നതമായി ആഘോഷിക്കപ്പെടുവാൻ ഈ സാധുക്കൾക്ക് അനുവാദം കൊടുത്ത പരിശുദ്ധമുള്ള ദൈവമേ, അനുവാദം ലഭിച്ച അന്നു മുതൽ ഇവർ പ്രത്യേക സങ്കല്പത്തിലും വ്രതത്തിലും നിന്നുകൊണ്ട് ഉന്നതമായി ഇത് നടത്തുവാൻ ആഗ്രഹിച്ച ആ ഓരോ ദിവസങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവം, സർവശക്തി എഴുന്നള്ളി എല്ലാം നടത്തുന്നു എന്നടിയങ്ങൾ അറിയും ദൈവം. അപ്രാപ്തരും ബലഹീനരുമായ ഏഴകളെ ഇവിടേക്ക് കൽപ്പിച്ചയച്ച പരിശുദ്ധമുള്ള ദൈവമേ, കൽപ്പിച്ച തമ്പുരാനാകുന്നു എഴുന്നള്ളിയെല്ലാം നടത്തുന്നു എന്നടിയങ്ങൾ അറിയും ദൈവമേ. ഈ സായം സന്ധിയെ കൂടുതൽ പ്രകാശപൂരിതമാക്കിക്കൊണ്ട് അങ്ങയുടെ പ്രകാശയാത്രയാകുന്നു ഇവിടേക്ക് കടന്നു വന്നതെന്നടിയങ്ങൾ അറിയും ദൈവമേ. ഓരോ ആത്മാവും അന്ധതയിലും അന്ധവിശ്വാസങ്ങളിലും പെട്ട് അന്ധകാരത്തിലാകുന്നു എന്നടിയങ്ങൾ അറിയും ദൈവമേ. ആ അന്ധകാരത്തിലായ ആത്മാവിനെ പ്രകാശപൂരിതമാക്കുവാനാകുന്നു ജ്ഞാനപ്രകാശം ഓരോ ആത്മാവിലും ആ ഈശ്വരൻ കൊളുത്തി തന്നിട്ടുള്ളതെന്നടിയങ്ങൾ അറിയും ദൈവമേ. മായാ ചിന്തകളാലും മായാ കർമ്മങ്ങളാലും ആ സത്യത്തെ തിരിച്ചറിയാതെ ആത്മാവിന്നും അന്ധതയിൽ അകപ്പെട്ടു പോയി എന്ന് കാണുന്നല്ലോ ദൈവമേ. അപ്രകാരം അന്ധതയ്ക്ക് അടിമപ്പെട്ടു പോയ ആത്മാവിനെയാകുന്നു ബന്ധുവത്സലനാകുന്ന ഈശ്വരൻ വന്ന് വീണ്ടെടുത്ത് അന്ധകാരത്തെ ഒഴിവാക്കുവാനുള്ള ജ്ഞാനപ്രകാശം ഓരോ ആത്മാവിലും ഓതി ഭവിപ്പിക്കുന്നതെന്ന് അടിയങ്ങൾ അറിയും ദൈവമേ. അപ്രകാരം കലിയുഗ ധർമ്മത്തെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാൻ ദൈവത്താൽ നിയുക്തരായ അങ്ങയുടെ സന്താനങ്ങൾ ഒത്തുകൂടി ഈ ദുബൈയിൽ നടത്തുന്ന ഈ മഹാസംരംഭത്തെ അനുഗ്രഹപ്രദമായി തമ്പുരാൻ നടത്തുന്നു എന്നടിയങ്ങൾ അറിയും ദൈവമേ. നന്ദിയോടെ സ്തുതിക്കുന്ന ദൈവമേ, കരുണയോടെ വാഴണമേ ദൈവമേ. ആത്മലോക രക്ഷയ്ക്കായി അങ്ങ് ദീർഘകാലം വാഴണമേ ദൈവമേ. മഹാഗോപുരത്തിൻ്റെ നിർമ്മാണ കാലയളവ് കൂടി ആകുന്നു എന്നടിയങ്ങൾ അറിയുന്ന ദൈവമേ. പൊന്നമ്പൂറ്റിയുടെ തൃപ്പാദങ്ങളെ ആകുന്നു അവിടെ വർണ്ണിക്കുന്ന നടിയങ്ങൾ അറിയുന്ന ദൈവമേ. ആ വർണ്ണനകളെ ലോകത്തിൽ അവതരിപ്പിക്കുവാൻ അങ്ങ് കണ്ടെടുത്ത ആത്മദീപത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ. എപ്പോഴും ആ പുണ്യമാതാവിനെ തിരുഹൃദയത്തിൽ കരുതിക്കൊള്ളണമേ ദൈവമേ. എപ്പോഴും അങ്ങ് കരുതിക്കൊള്ളണമേ ദൈവമേ. ഈ സന്നാഹങ്ങളൊക്കെ ഇത്രയും വമ്പിച്ചമായ പ്രൗഢഗംഭീരമായി ഒരുക്കപ്പെടുവാൻ അങ്ങയുടെ സന്താനങ്ങളെ അങ്ങ് നിലനിർത്തിയതിനെ ഓർത്ത് സ്തുതിക്കും ദൈവമേ. അവരെ എല്ലാവരെയും കാത്തുകൊള്ളണമേ ദൈവമേ. ഈ നാട്ടിൽ അങ്ങയുടെ സ്ഥാപനം ഉയരുവാൻ അങ്ങയുടെ തിരുഹൃദയത്തിൽ അങ്ങ് എത്രയോ ആഗ്രഹിക്കുന്നു എന്നടിയങ്ങൾ അറിയുന്നു. അതിലുപരിയായി അങ്ങയുടെ ഭക്തസന്താനങ്ങളും ആഗ്രഹിക്കുന്നു സങ്കല്പിക്കുന്നു എന്ന് കാണുന്നല്ലോ ദൈവമേ.
ഭൂമിയും ലോകവും സമസ്ത പ്രപഞ്ചവും അങ്ങയിൽ നിന്ന് ഉത്ഭവിച്ചതാകുന്നു എന്നടിയങ്ങൾ അറിയേണ്ട ദൈവമേ. അങ്ങേക്ക് എവിടെയും കടന്നു വസിക്കുവാൻ ആരുടെയും അനുവാദം വേണ്ടെങ്കിലും ലോകപ്രകൃതിയാലുള്ള നിയമങ്ങളെ അനുസരിക്കേണ്ടതും അടിയങ്ങളുടെ കടമയാകുന്നു എന്ന് അടിയങ്ങൾ അറിയേണ്ടതും. തമ്പുരാൻ എഴുന്നള്ളിയെല്ലാം നടത്തിത്തരണമേ ദൈവമേ. ഇനിയൊരാഘോഷം ഈ ഭൂമിയിൽ നടത്തുമ്പോൾ അങ്ങയുടെ സ്ഥാപനത്തിൽ വെച്ച് നടത്തുവാനുള്ള അനുവാദത്തെ അങ്ങ് ദാനം ചെയ്യണമേ ദൈവമേ. അനുവാദത്തെ ദാനം ചെയ്യണമേ ദൈവം. ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നുവെന്ന് കാണുന്നില്ല. പ്രാർത്ഥനയുടെ ഫലത്തെ ദാനം ചെയ്യണമേ ദൈവമേ. കരുണയോടെ തൃപ്പാദങ്ങൾ ഈ മണ്ണിലൊന്ന് പതിയുവാൻ അടിയങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുവെന്ന് കാണും. തൃപ്പാദങ്ങൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നുവെന്ന് കാണും. സമ്പൂർണമായി നടത്തിത്തരണമേ ദൈവമേ. ഇതാ ഇനിയും അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ ഇവിടെ നടക്കുന്നു. സർവശക്തി ഉന്നതമായി നടത്തണമേ ദൈവമേ. അതിനായി എഴുന്നള്ളി വാഴുന്ന പരിശുദ്ധമുള്ള ദൈവമേ. ദീർഘകാലം വാഴണമേ ദൈവമേ. ദീർഘകാലം വാഴണമേ ദൈവമേ. ഇങ്ങയാൽ അവ കഴിയുമെന്നടി ഞങ്ങൾ വിശ്വസിക്കും. സമസ്തവും മഹനീയപാതേ സമർപ്പിക്കും. ഓം സർവേശ്വരായ നമഃ. ഓം സർവേശ്വരായ നമഃ. ഓം സർവേശ്വരായ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ.